കർമ്മദോഷങ്ങൾ കാരണം കുടുംബത്തിലും സമൂഹത്തിലും പല വേദനകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് സത്യനാഥൻ. മറ്റു വഴികൾ ഇല്ലാത്തതിനാൽ ഗ്രാമത്തിലെ പ്രധാന ജ്യോത്സ്യനെ കണ്ട് പരിഹാര പൂജകൾ നൽകാമോ എന്ന് അപേക്ഷിച്ചു. സത്യനാഥൻ്റെ അപേക്ഷയോട് വളരെ ആഴമേറിയ ഒരു മറുപടിയാണ് ജ്യോത്സ്യൻ നൽകിയത്. നീ ഇപ്പോൾ അനുഭവിക്കുന്നത് നിന്റെ സ്വന്തം കർമ്മഫലങ്ങളാണ്. അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ കർമ്മചക്രത്തെ നിയന്ത്രിക്കുന്ന സാക്ഷാൽ കാലഭൈരവൻ്റെ സഹായമാണ് പൂജയെക്കാളും നിനക്കാവശ്യം. പ്രാരാബ്ധ കർമ്മം ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ട കർമ്മങ്ങളെയും അതിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെയും വിളിക്കുന്ന പേരാണിത്. പൊതുവെ ഇത്തരം കർമ്മങ്ങളെ എല്ലാ മനുഷ്യരും അനുഭവിച്ചു തീർത്തേ മതിയാകൂ. എന്നാൽ ഒരു പരിധിക്ക് മുകളിൽ ഇവയുടെ സ്വാധീനം കൂടിയാൽ മാരക രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും ഒരിക്കലും അവസാനിക്കാത്ത സാമ്പത്തിക തടസ്സങ്ങളുമായി ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആകും. ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രാരാബ്ധ കർമ്മത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. ഇവിടെയാണ് മഹാകാലനായ കാലഭൈരവൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. ഒരേ സമയം കാലത്തെയും സൃഷ്ടിയുടെ മുഴുവൻ കർമ്മചക്രത്തെയും നിയന്ത്രിക്കാൻ ഭൈരവന് ശക്തിയുണ്ട്. സ്വാഭാവികമായും ഭൈരവ ഊർജങ്ങൾ ആരെല്ലാം സ്പർശിക്കുന്നുവോ അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങളും തീർച്ചയായും നിയന്ത്രണത്തിൽ വരും. ഇതെങ്ങനെ കൃത്യമായ ഓർഡറിൽ പൂർത്തീകരിക്കാമെന്നതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് ഭൈരവ കവചം അഥവാ ഭൈരവന്റെ സംരക്ഷണം. സ്പിരിച്വൽ പാത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ സാധാരണ മനുഷ്യരെക്കാളും ശക്തിയേറെ വൈബ്രേഷൻ ആയിരിക്കും നിങ്ങളുടെ പ്രാണിക് ബോഡിയിൽ ഉണ്ടാവുക. ഈ വൈബ്രേഷനാണ് പിന്നീട് ഓറയായി മാറി മനോഹരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നത്. എന്നാൽ അതേസമയം ഈ ഓറയ്ക്ക് ശരിയായ സംരക്ഷണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹയർ വൈബ്രേഷന് പകരം ലോവർ വൈബ്രേഷനുള്ള ആളുകളും സാഹചര്യങ്ങളുമായിരിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുക. ഇതുവഴി സ്വന്തം ദോഷങ്ങൾ കൂടാതെ മറ്റ് വ്യക്തികളുടെ നെഗറ്റീവ് എനർജികളും ഒരുമിച്ച് വഹിക്കുന്ന ശരീരമായി നിങ്ങൾ മാറുകയും ചെയ്യും. ഇതിനുള്ള പരിഹാരമായാണ് ഭൈരവ കവചം എന്നും സന്ധ്യയ്ക്ക് തുടർച്ചയായി 61 ദിവസം ചൊല്ലാൻ യോഗികൾ ഉപദേശിച്ചത്. പണ്ട് മുതൽ നിങ്ങൾ വഹിക്കുന്ന നെഗറ്റീവ് എനർജികളെ ശുദ്ധീകരിക്കാനും മറ്റ് വ്യക്തികളുടെ കർമ്മദോഷങ്ങൾ നിങ്ങളുടെ പ്രാണിക് ബോഡിയിൽ പ്രവേശിക്കാതെ തടയാനും ഈ മാർഗത്തിലൂടെ അനായാസം സാധിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് ഭൈരവ സങ്കല്പം. മന്ത്രദീക്ഷ ലഭിച്ച എല്ലാവരും സങ്കല്പം എടുക്കുന്നവരാണ്. അതായത് സ്വീകരിച്ച മന്ത്രം ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ 1000-ഓ 1,00,000-ഓ 10,00,000 തവണയോ ചൊല്ലി പൂർത്തീകരിക്കാമെന്ന് ദേവതയോട് പ്രതിജ്ഞ ചെയ്യുന്ന രീതി. ഇഷ്ടമുള്ള ഏത് ദേവതയുടെ മന്ത്രവും സങ്കല്പമായി സ്വീകരിക്കാം. പക്ഷേ കർമ്മദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഏറ്റവും യോജിച്ചത് ഭൈരവന്റെ നാമമന്ത്രങ്ങളാണ്. അതിനൊരു കാരണമുണ്ട്. ഭൈരവ കവചത്തിലൂടെ ലഭിക്കുന്ന സംരക്ഷണം പ്രാരാബ്ധ കർമ്മത്തിന്റെ കാഠിന്യം കുറയ്ക്കുമെങ്കിലും അവയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല. അതിനായി ഭൈരവന്റെ ഊർജങ്ങൾ കവചമായി നിൽക്കുന്നതിനപ്പുറം ഒരു പ്രതിഷ്ഠയായി നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടണം. ഇതിനുള്ള ഏക മാർഗമാണ് ഭൈരവ മന്ത്രത്തിൽ സങ്കല്പമെടുക്കുക എന്നത്. താൽക്കാലികമായ കവചത്തെക്കാളും 100 മടങ്ങ് ഉയർന്നതാണ് ദേവതയുടെ മന്ത്രം സങ്കല്പമായി സ്വീകരിച്ച് ആ മന്ത്രങ്ങളുടെ വൈബ്രേഷൻ കാരണം സ്വയം ശക്തിപ്പെടുക എന്നത്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും അകാരണമായ വിഷമങ്ങൾ നേരിടുമ്പോൾ ഭൈരവ മന്ത്രം സങ്കല്പമായി സ്വീകരിച്ച് പൂർത്തീകരിക്കുക. തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. ഭൈരവ കവചവും സങ്കല്പവും പൂർത്തിയായാൽ പ്രാരാബ്ധ കർമ്മങ്ങളുടെ കാഠിന്യം 90% അപ്രത്യക്ഷമാകും. അപ്പോഴും അടുത്ത ജന്മത്തിൽ മറ്റ് പ്രാരാബ്ധ കർമ്മങ്ങൾ വീണ്ടും അനുഭവിക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ ശുദ്ധീകരിക്കും? ഭൈരവ ദർശനം. നിങ്ങളാൽ കഴിയുമെങ്കിൽ പ്രശസ്തമായ കാലഭൈരവ ക്ഷേത്രത്തിൽ തുടർച്ചയായി 1 വർഷത്തേക്ക് എല്ലാ ശനിയാഴ്ചയും ദർശനം നടത്തുക. ആ പ്രതിഷ്ഠയുടെ അടുത്തിരുന്ന് ഏതെങ്കിലും ഒരു ഭൈരവനാമ മന്ത്രം കുറഞ്ഞത് 1000 തവണയെങ്കിലും കൃത്യമായി ജപിക്കുക. ഇതിനെയാണ് ഭൈരവ ആവാഹനം എന്ന് പറയുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭൈരവൻ കാലത്തെ നിഗ്രഹിക്കുന്നവനാണ്. മനസ്സിലാകുന്ന പോലെ പറഞ്ഞാൽ നിങ്ങളുടെ ജനനമരണ ചക്രത്തെ നിഗ്രഹിച്ച് മുക്തി പ്രദാനം ചെയ്യാൻ മറ്റാരേക്കാളും വേഗം കാലഭൈരവനുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രക്രിയ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായി നൽകുന്നത്. ഇനി ഈ ജീവിതത്തിൽ ഒന്നിനോടും ആഗ്രഹമോ താല്പര്യമോ ഇല്ല എന്ന് ഉറപ്പുള്ള ആർക്കും ഭൈരവ ആവാഹനം സ്വീകരിക്കാം. മുക്തി വിദൂരമായിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും കർമ്മഫലങ്ങളാൽ പ്രവർത്തിക്കുന്നവയാണ്.
ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലും ചെയ്ത എല്ലാ കർമ്മങ്ങളും ഒരു ദിവസം എന്തായാലും തിരിച്ചു വരും. ഒന്നില്ലെങ്കിൽ അവയെ പൂർണ്ണമായും അനുഭവിച്ചു തീർക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടാതെ സ്വയം സംരക്ഷിക്കുക. ഇവയിൽ നിങ്ങളുടെ തീരുമാനം ഏതാണെങ്കിലും ഭൈരവൻ കൂടെ ഉണ്ടാകും.